മഡഗാസ്കർ മൂവി സീരീസിലെ മഡഗാസ്കർ 3 യൂറോപ്പ് മോസ്റ്റ് വാണ്ടഡ് എന്ന സിനിമയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് കാണുന്നതിന് മുന്നേ മഡഗാസ്കർ 1-2 നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കഥ മനസ്സിലാവത്തുള്ളൂ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കിപ്പറിന്റെ കല്യാണം ആഫ്രിക്കയിൽ വെച്ച് നടന്നതുകൊണ്ട് അവന പ്രതിമ പെണ്ണിനെയും കൊരങ്ങന്മാരെയൊക്കെ കൂട്ടി ഹണിമൂൺ പോകുന്നതാണ്. പോകുന്നതിനിടെ അലക്സും കൂട്ടരുമൊക്കെ കൈ കാണിക്കുമ്പോൾ ഞങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കിപ്പർ പറയുകയും അവിടെ നിന്നും പൊക്കളയുകയും ചെയ്യുന്നു. ഇതോടെ അവരിനി വരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാർട്ടിയെ നോക്കിയതും അവനാകെ വയസ്സായത് കണ്ട് അലക്സ് പേടിക്കുകയും മെൽമനും ഗ്ലോറിയൊക്കെ കണ്ട് നിങ്ങളെയൊക്കെ കാണാൻ എന്താ ഇങ്ങനെ എന്നൊക്കെ അലക്സ് ചോദിച്ചതും നിന്നെ കാണാനും അങ്ങനെ തന്നെയാണെന്ന് ഗ്ലോറിയ പറഞ്ഞതുകൊണ്ട് അവൻ കണ്ണാടിയിലേക്ക് നോക്കുകയും ആകെ പേടിക്കുകയും ചെയ്യുമ്പോൾ മാർട്ടി അവനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തുന്നു. യഥാർത്ഥത്തിൽ ഇതൊക്കെ അവന്റെ ഒരു സ്വപ്നമായിരുന്നു. എടാ മാർട്ടി, ഞാനൊരു സ്വപ്നം കണ്ടു. പെൻഗിൻസ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് നമ്മള് ഇവിടെ നിന്ന് ഊത്ത് നരച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ അലക്സ് പറഞ്ഞത് കേട്ട് നീ അതൊക്കെ വിട്, നിനക്കിന്ന് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ്? പെൻഗിൻസ് തിരിച്ചു വന്നെന്നൊക്കെ അവൻ ചോദിച്ചതും അതൊന്നുമല്ല, ഇത് വേറെ ലെവൽ സർപ്രൈസ് ആണ് എന്ന് പറയുകയും അലക്സ് ആണെങ്കിൽ പെൻഗിൻസ് വരാത്ത ദിവസങ്ങളൊക്കെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം മാർട്ടിയോടൊപ്പം പോകുന്നു. അങ്ങനെ മാർട്ടി ആണെങ്കിൽ അവന്റെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയും താഴേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. അങ്ങനെ വീണ അലക്സ് എണീറ്റ് നോക്കിയതും അവരവന്റെ ബർത്ത്ഡേ സർപ്രൈസ് ആയിക്കൊണ്ട് ഒരു ന്യൂയോർക്ക് മിനി സിറ്റി തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് കണ്ട അലക്സ് ആണെങ്കിൽ ആകെ ഞെട്ടുകയും നിങ്ങളെങ്ങനെയാ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നു. ഞങ്ങളിതൊക്കെ കണ്ട ഒരു ഓർമ്മ വെച്ചങ്ങ് ഉണ്ടാക്കിയതാണെന്ന് മാർട്ടി പറയുകയും അലക്സ് അതിനിടയിലൂടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൻ അവരുടെ സൂ കാണുകയും അവനെയൊക്കെ അതിൽ ചെറുതായി ഉണ്ടാക്കി വെച്ചത് കണ്ട് അവന് സൂയിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയും അതായിരുന്നു നമ്മുടെ വീടെന്നും പറഞ്ഞുകൊണ്ട് അവൻ കരയുകയാണ്. ശേഷം അവരോട് അവൻ ഒരുപാട് താങ്ക്സ് പറയുന്നതിനിടെ ഗ്ലോറിയ ഒരു കേക്ക് അവന് ഗിഫ്റ്റായി കൊടുക്കുന്നു. അങ്ങനെ അവൻ അത് കണ്ടതും ഊതി കേക്ക് മുറിക്കാൻ നോക്കുമെങ്കിലും ജൂലിയൻ രാജാവും മോർട്ടും കേക്കിൽ നിന്നും സർപ്രൈസ് കൊടുത്തതും കേക്ക് ആകെ ചീത്തയാവുകയും ഗ്ലോറിയ ആ കേക്ക് അങ്ങ് എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. നിന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അതുകൊണ്ട് നിന്റെ ബർത്ത്ഡേ വിഷ് എന്താണെന്ന് ഗ്ലോറിയ അവനോട് ചോദിച്ചതും എനിക്ക് സൂയിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ആഗ്രഹം. പക്ഷേ ഇനി അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം പെൻഗിൻസിന് തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് നമ്മൾ അവരെ തപ്പിപ്പോയാലോ എന്ന് അലക്സ് അവരോട് പറയുന്നത് കേട്ട് നമുക്കതിന് കടലിലൂടെ പോകാൻ കഴിയില്ല. പെൻഗിൻസിന്റെ കയ്യിലാണ് പ്ലെയിൻ ഉള്ളതെന്നും മെൽമൻ പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല. ന്യൂയോർക്കിൽ നിന്നും നമ്മൾ ആഫ്രിക്ക വരെ എത്തിയില്ലേ, അപ്പൊ നമുക്ക് ഇതും പറ്റുമെന്ന് അലക്സ് പറഞ്ഞുകൊണ്ട് ആവേശമായി എല്ലാരും കൂടിച്ചേരുമ്പോ ജൂലിയനും കൂടെ കൂടുന്നു. ഈ സമയം പെൻഗിൻസ് ആണെങ്കിൽ പൈസക്കാരൊക്കെ ബെറ്റ് വെച്ച് ഗെയിം കളിക്കുന്ന ഒരു ദ്വീപിലെ ഹോട്ടൽ റൂമിൽ നിന്നും തലയണയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൊരങ്ങന്മാരാണെങ്കിൽ മനുഷ്യരെ പോലെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റെഡിയാവുമ്പോ സിനിമ ഇവിടെ വെച്ച് തുടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് അലക്സും കൂട്ടരുമൊക്കെ ഒരു കുഴലൊക്കെ വെച്ച് കടലിനടിയിലൂടെ നീന്തി ആ ഐലൻഡിലേക്ക് എത്തിയതാണ്. അങ്ങനെ അവർ ആ ഐലൻഡ് കണ്ടതും നമുക്കിനി പെൻഗിൻസിനെ കണ്ടുപിടിക്കണമെന്ന് അലക്സ് പറയുകയും ഒച്ചയൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ജൂലിയനും കൂട്ടരും ആകെ ഒച്ചയൊക്കെ വെച്ച് പടക്കമൊക്കെ പൊട്ടിക്കുകയും അലക്സിനെ നോക്കി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഐലൻഡിലേക്ക് കയറിയ അലക്സും ടീമുമാണെങ്കിൽ പെൻഗിൻസിനെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക് പോവാമെന്ന് പറയുകയും അവരെ അന്വേഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പോകുന്നതിനിടെ താഴെ ഒരുപാട് ആളുകളുടെ ശബ്ദം കേട്ടതും അവർ താഴേക്ക് നോക്കുന്നു. അപ്പോഴാണ് കൊരങ്ങൻ വേഷം മാറി അവിടെ നിൽക്കുന്നത് അവർ കാണുന്നത്. കൊരങ്ങന്മാരുടെ ഉള്ളിലാണെങ്കിൽ പെൻഗിൻസ് ആണ് ഉള്ളത്. അവർ കൊരങ്ങന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് പൈസ ബെറ്റിംഗ് ഗെയിം വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അലക്സ് പെൻഗിനെ വിളിക്കാൻ വേണ്ടി ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകാൻ നോക്കിയതും ഞാൻ പോവാമെന്നൊക്കെ പറഞ്ഞ് മാർട്ടിയും എലമനും ഒക്കെ ആകെ തർക്കമാകുമ്പോൾ ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലോറിയ മുന്നോട്ടേക്ക് വന്നതും അവിടെയുള്ള ഗ്ലാസ് ഒക്കെ പൊളിഞ്ഞ് അവരെല്ലാവരും താഴോട്ട് വീഴുന്നു. പെട്ടെന്ന് ഇതൊക്കെ കണ്ട മനുഷ്യന്മാരാണെങ്കിൽ ആകെ പേടിക്കുകയും അവിടെ നിന്ന് ഓടിക്കളയുകയും ചെയ്യുന്നു. ഇതോടെ അലക്സ് കൊരങ്ങന്റെ പാവാട പൊക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തതിന് പെൻഗിൻസിനോട് സോറിയും പറയുന്നു. പെൻഗിൻസ് ആണെങ്കിൽ അതൊന്നും സീനില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഉരുണ്ടങ്ങ് പോയതും കൂടെ അലക്സും പോകുന്നു. ഈ സമയം ജൂലിയൻ അവിടെയുള്ള ലൈറ്റൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഗ്ലോറിയ അവരെയും വിളിച്ച് അലക്സിന്റെ ഒപ്പം അവിടെ നിന്നും ഓടുന്നു. അപ്പോഴാണ് അവിടെയുള്ള സെക്യൂരിറ്റി അനിമൽ കൺട്രോളിലെ ക്യാപ്റ്റൻ ഡുബോയ്സിനെ വിളിക്കുന്നത്. ഡുബോയ്സ് ആണെങ്കിൽ സിംഹമുണ്ടെന്ന് കേട്ടതും അതിനെ പിടിക്കാൻ വേണ്ടി റെഡിയാവുകയാണ്. കാരണം ക്യാപ്റ്റൻ ഡുബോയ്സ് എല്ലാ മൃഗങ്ങളെയും പിടിച്ച് അതിന്റെ തല ഇങ്ങനെ തൂക്കി വെക്കും. പക്ഷേ അതിന്റെ സെന്ററിലായ ഒരു സിംഹത്തിന്റെ തല തൂക്കിയിടാൻ സ്ഥലം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു സിംഹത്തിന്റെ തല ഡുബോയ്സിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സിംഹത്തിനെ പിടിക്കാൻ വേണ്ടി ഡുബോയ്സ് റെഡിയാവുകയും അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയം അലക്സും കൂട്ടരും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവിടെയുള്ള മുഴുവൻ വഴിയും ഷട്ടർ ഇട്ട് പൂട്ടിക്കളയുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് എനിക്കുള്ളതേ ഉള്ളൂ എന്ന് ഗ്ലോറിയ പറയുകയും
ഷട്ടർ ഇടിച്ച് പൊളിക്കാനും നോക്കുന്നു. പക്ഷേ ഷട്ടർ പൊളിയാത്തോണ്ട് ഗ്ലോറിയുടെ മേലൊക്കെ ആകെ വയ്യാണ്ടാവുന്നു. കിപ്പറാണെങ്കിൽ ഇത് എനിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞ് ഒരു വിസിലങ്ങ് വിളിച്ചതും ഷട്ടറൊക്കെ പൊളിച്ചുകൊണ്ട് ഒരു വണ്ടി അങ്ങ് വരികയും അവരെയും കയറ്റിക്കൊണ്ട് പുറത്തേക്ക് അങ്ങ് ചാടിക്കുന്നു. മറ്റേ കോമഡി പെൻഗിൻ ആക്സിലേറ്റർ മുഴുവൻ അങ്ങ് കൊടുക്കുകയും വേറെ ഒരു വണ്ടിയൊക്കെ അരച്ച് അവിടെ നിന്നും അങ്ങ് പോകുന്നു. അങ്ങനെ അവര് പൊളിച്ച വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അതിനിടയിലൂടെ ക്യാപ്റ്റൻ ഡുബോയ്സ് അങ്ങോട്ടേക്ക് എത്തുകയും മൃഗങ്ങളെ പിടിക്കാത്തത് കൊണ്ട് സെക്യൂരിറ്റി കിട്ട് പൊട്ടിക്കുകയും അവര് എങ്ങോട്ടാണ് പോയതെന്ന് വട്ടി മണക്കുന്നത് പോലെ ഡുബോയ്സ് മണക്കുകയും അലക്സും കൂട്ടരും എങ്ങോട്ടാണ് പോയതെന്ന് ഡുബോയ്സിന് മനസ്സിലാവുകയും ചെയ്യുന്നു. വണ്ടിയിൽ പോയി കണ്ടിരിക്കുന്ന കിപ്പറാണെങ്കിൽ കൊവാസ്കിയോട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫ്ലൈറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പൊക്കണ്ടിരിക്കുവാണ്. അപ്പോഴാണ് മെൽമൻ ഡുബോയ്സ് പുറകെ തന്നെ ഉള്ളത് കാണുന്നത്. അങ്ങനെ മെൽമൻ മറ്റുള്ളവരോടും പറഞ്ഞതും സ്കിപ്പർ വണ്ടിയുടെ സ്പീഡ് ഇനിയും കൂട്ടാൻ പറയുന്നു. പക്ഷേ ജൂലിയൻ രാജാവാണേൽ വണ്ടിയുടെ ഡോറൊക്കെ തുറന്ന് ഡുബോയ്സിന്റെ മുന്നിൽ വെച്ച് ഡാൻസ് കളിച്ചതും അവനെ മയക്കുവെടി വെക്കുകയും അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു. കുരങ്ങന്മാര് അപ്പൊ തന്നെ ഡോറും അടച്ചളയുന്നു. അങ്ങനെ വൻ ചേസ് നടന്നുകൊണ്ടിരിക്കുമ്പോ വണ്ടി ഓടിക്കുന്ന റീക്കോയ്ക്ക് കിപ്പർ വേറെ ഒരു പണി കൊടുത്തതും അവന് അതൊക്കെ ഇട്ടേച്ച് കിപ്പർ പറയുന്നത് ചെയ്യുകയാണ്. ഇത് കണ്ട അലക്സാകെ പേടിക്കുകയും വണ്ടി ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നു പറയുന്നു. അതിനിടെ പുറത്തുള്ള വണ്ടിയൊക്കെ ഇടിച്ചിടിച്ച് പോകുന്നത് കണ്ട് മാർട്ടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുകയും വണ്ടി ഓടിക്കാനും തുടങ്ങുന്നു. ഇത് കണ്ട അലക്സ് പെൻഗിൻസിനും മനുഷ്യന്മാർക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ, അതുകൊണ്ട് നീ മാറെന്ന് അവൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും മാർട്ടി വണ്ടി കറക്കിയൊക്കെ ഓടിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതോടെ ഡുബോയ്സിനെ വീഴ്ത്താൻ വേണ്ടി കിപ്പർ പെൻഗിൻസിനോട് സാധനം ഓണാക്കാൻ പറഞ്ഞതും റോഡിലേക്ക് മുഴുവൻ മീനടിച്ച് ഇറങ്ങുകയാണ്. മറ്റു പോലീസുകാരുമൊക്കെ വീഴുമെങ്കിലും ഡുബോയ്സ് അതിലൊന്നും വീഴാതെ കത്തിച്ച് വീണ്ടും പുറകെ തന്നെ വരുന്നത് കണ്ട് കിപ്പർ കൊവാസ്കിയോട് അവളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറയുന്നു. അപ്പോഴേക്കും ഡുബോയ്സ് അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയതും എന്താ പ്രശ്നം ഓഫീസർ എന്ന് മാർട്ടി ചിരിച്ചോണ്ടങ്ങ് ചോദിച്ചതും വെടിവെക്കാൻ പോകുന്നത് കണ്ട് മാർട്ടി വണ്ടി വെട്ടിച്ചങ്ങ് മാറ്റുന്നു. പക്ഷേ ഡുബോയ്സ് വിട്ടുകൊടുക്കാതെ പുറകെ തന്നെ വന്ന് വണ്ടിയുടെ മേലേക്കങ്ങ് കയറുന്നു. ഇതോടെ വണ്ടിയുടെ പവർ പോരാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിലുള്ള ന്യൂക്ലിയർ റിയാക്ടർ അങ്ങ് ഓൺ ചെയ്യുകയും വണ്ടി ജെറ്റ് പോലെ മുന്നോട്ട് പോകാൻ തുടങ്ങുകയും ഡുബോയ്സ് പറന്നു പോവുകയും ചെയ്യുന്നു. അലക്സ് ആണെങ്കിൽ മാർട്ടി വണ്ടിയുടെ ബ്രേക്ക് പിടിക്കുന്ന പറയുന്നുണ്ടെങ്കിലും ബ്രേക്ക് ചവിട്ടിയിട്ടൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെ വണ്ടിയാണെങ്കിൽ മുന്നോട്ട് പോയി മലയുടെ മുകളിൽ നിന്നും താഴേക്കങ്ങ് വീഴുകയും കഷ്ടിച്ചവർ ഒരു ഹോട്ടലിന്റെ മേലെ പോയി വീണതും വണ്ടി ഊരി ബിൽഡിങ്ങിന്റെ സൈഡിലേക്ക് പോയി വീഴാൻ നിൽക്കുകയാണ്. എന്നാൽ എല്ലാവരും ചാടി ഇറങ്ങുമെങ്കിലും ജൂലിയൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ വണ്ടി അങ്ങ് താഴേക്ക് വീഴുന്നു. അങ്ങനെ അവരാ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള കുരങ്ങന്മാര് ഫ്ലൈറ്റും എടുത്ത് ജൂലിയനെ കൊണ്ടങ്ങ് വരുന്നു. അവരാണെങ്കിൽ ഫ്ലൈറ്റ് കണ്ടതോടെ വളരെയധികം സന്തോഷത്തിലാണ്. പക്ഷേ പുറകിൽ നിന്നും എന്തോ സൗണ്ട് കേട്ട് നോക്കിയതും ഡുബോയ്സ് സ്കൂട്ടറും എടുത്ത് കാത്തിച്ചങ്ങ് വരികയും ബിൽഡിങ്ങിന്റെ മേലക്കൂടെയൊക്കെ ചാടിച്ച് അവരുടെ ബിൽഡിങ്ങിന്റെ മേലേക്ക് ചാടി അങ്ങ് കയറുന്നു. ഇത് കണ്ട കുരങ്ങന്മാരാണെങ്കിൽ പഴത്തിന്റെ തോക്ക് വെച്ച് ഡുബോയ്സിന് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡുബോയ്സ് ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന തിരക്കിലായതുകൊണ്ട് അലക്സും കൂട്ടരും ഫ്ലൈറ്റിലേക്ക് കയറി തൂങ്ങിയതും ഡുബോയ്സ് മെൽമന്റെ കഴുത്തിലിട്ട് കയറി കൊടുക്കുകയും അവരെ അവിടെ പിടിച്ച് നിർത്താനും നോക്കുന്നു. കിപ്പറാണെങ്കിൽ ഫ്ലൈറ്റിന്റെ സ്പീഡ് കൂട്ടാൻ പറഞ്ഞതും കുരങ്ങന്മാര് ആഞ്ഞ് കറക്കുന്നു. ഇതോടെ ഡുബോയ്സും ഫ്ലൈറ്റിന്റെ കൂടെ പറന്ന് പോയതും കിപ്പർ അടുത്തുള്ള ബിൽഡിങ്ങിലേക്ക് വിമാനം തിരിക്കാൻ പറയുകയും കുരങ്ങന്മാര് അതുപോലെ ചെയ്യുകയും ചെയ്യുന്നു. ഡുബോയ്സിനെ ആണെങ്കിൽ ഒരു ബിൽഡിംഗ് ഇടിക്കാൻ പോയതും ഡുബോയ്സ് ചില്ലൊക്കെ പൊളിച്ച് ചാടി ഓടി വന്ന് മെൽമന്റെ മേലെ ഇട്ട കയറിൽ തന്നെ പീഡിച്ചങ്ങ് തൂങ്ങുന്നു. അപ്പോഴേക്കും അലക്സ് കുരങ്ങന്മാരുടെ കയ്യിലേക്ക് മെൽമന്റെ കാലെത്തിക്കുകയും അവന്റെ മേലക്കൂടെ വന്ന് ആ കയറങ്ങ് മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ക്യാപ്റ്റൻ ഡുബോയ്സ് ഇപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വീണതും അവര് അവിടെ നിന്നും അങ്ങ് പറന്ന് പോകുന്നു. ഫ്ലൈറ്റിലുള്ളവരാണെങ്കിൽ നമ്മൾ ന്യൂയോർക്കിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കിപ്പർ കൊവാസ്കിയോട് ഫ്ലൈറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയാൻ പറയുന്നു. സാർ, ഇതിന്റെ ഗിയർ ബോക്സിന് വലിയൊരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതെപ്പോഴും പൊട്ടാമെന്ന് പറഞ്ഞതും അപ്പോൾ തന്നെ അത് പൊട്ടി ഫ്ലൈറ്റ് താഴേക്ക് വീഴുകയും എല്ലാം നശിച്ച് പോയിരിക്കുകയാണ്. ഭാഗ്യത്തിന് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അലക്സ് ആണെങ്കിൽ പ്ലെയിനിന് എന്താ പറ്റിയെന്നൊക്കെ കിപ്പറിനോട് ചോദിക്കുന്നതിനിടെ അതിലെ കുരങ്ങന്മാരൊക്കെ അവിടെ നിന്നും ഓടിക്കളയുന്നു. കിപ്പർ അവരോട് എത്ര നിൽക്കാൻ പറഞ്ഞിട്ടും അവര് നിൽക്കുന്നില്ല. അലക്സ് ആണെങ്കിൽ നിങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ പറ്റില്ല, നിങ്ങൾ പൊളിയല്ലേ എന്നൊക്കെ അവരെ പൊക്കി പറയുമെങ്കിലും പ്ലെയിന് ടോട്ടൽ ലോസ് ആണ്, അതുകൊണ്ട് ഇനി ഇത് ശരിയാക്കി ഓടിക്കാൻ പറ്റില്ല എന്ന് കിപ്പർ പറയുന്നത് കേട്ട് അലക്സും കൂട്ടരുമാകെ സങ്കടപ്പെടുകയും നമുക്കിനി ഒരിക്കലും സൂയിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നും പറയുന്നു. ഈ സമയം ക്യാപ്റ്റൻ ഡുബോയ്സ് ആണെങ്കിൽ മൊത്തം പോലീസിനെ കൂട്ടി അവരന്വേഷിച്ച് വരുന്നത് കണ്ട് അവരവിടെ നിന്നും ഓടുകയാണ്. എന്നാൽ പെട്ടെന്ന് അവര് സർക്കസിന്റെ ഒരു ട്രെയിൻ അവിടെ കണ്ടതും അതിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കുന്നു. പക്ഷേ വിറ്റാലി എന്നൊരു ടൈഗർ വാതിൽ തുറക്കുകയും സർക്കസിന്റെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് അടച്ചു കളയുകയാണ്. അലക്സും കൂട്ടരുമാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ട്രെയിന് അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു. അലക്സ് ആണെങ്കിൽ ഞങ്ങളും സർക്കസ് മൃഗങ്ങളാണ് എന്ന് കള്ളം പറയുകയും അതുകൊണ്ട് ഞങ്ങളെയും ഉള്ളിലേക്ക് കയറ്റിയെന്ന് പറയുകയും ഗിയ എന്നൊരു പെൺപുലി വാതിൽ തുറക്കുകയും ശരിക്കും നിങ്ങൾ സർക്കസ് ആണോ എന്ന് അവളവരോട് ചോദിച്ചത് കേട്ട് പോലീസ് അങ്ങോട്ടേക്ക് എത്തിയതുകൊണ്ട് മറ്റ് വഴിയില്ലാതെ ഞങ്ങൾ സർക്കസ് മൃഗങ്ങളാണെന്ന് വീണ്ടും കള്ളം പറയുകയും അവരെ എല്ലാവരെയും ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ജസ്റ്റ് മിസ്സിന്
പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. പെൻഗിൻസും ടീമും ട്രെയിനിന്റെ മുകളിലാണ് കയറിയത്. അങ്ങനെ ട്രെയിനിനുള്ളിലുള്ള അലക്സിന്റെ ടീമിനോട് നിങ്ങൾ സർക്കസ് മൃഗമായതുകൊണ്ട് വളരെയധികം ഫേമസ് ആയിരിക്കുമല്ലോ എന്ന് സർക്കസ് മൃഗമായ സ്റ്റെഫാനോ അവരോട് പറയുമ്പോൾ അതെ, ഞങ്ങൾ ഫേമസ് ആണെന്ന് അവർ വീണ്ടും കള്ളം പറയുകയും ഞങ്ങളിലെ ഏറ്റവും ഫേമസ് അലക്സ് ആണെന്നും മാർട്ടി പറയുന്നു. അപ്പോ നിങ്ങൾ കാണിക്കുന്ന സർക്കസ് എന്താണെന്ന് പറയാൻ പറഞ്ഞതും ഞങ്ങൾ അമേരിക്കൻ സർക്കസ് ആണ് ചെയ്യുന്നത്, അതിൽ ഞാൻ ചെയ്യുന്നത് ഒരു കല്ലിന്റെ മേലെ കയറിയെന്ന് ഗർജിക്കും, അപ്പോ അത് മാത്രമേ ഉള്ളൂ എന്ന് അവര് ചോദിച്ചതും അലക്സും മാർട്ടിയും ഒക്കെ ഒരുപാട് തള്ളിവിടുകയും വലിയ കല്ലിന്റെ മേലെ നിന്ന് താഴേക്ക് ചാടുകയും ഒക്കെ ചെയ്യുമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട സ്റ്റെഫാനോ ആണെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം സർക്കസ് കാണിക്കാൻ റോമിലേക്ക് പോരുന്നുവെന്ന് ചോദിക്കുമെങ്കിലും ഞങ്ങൾക്ക് ന്യൂയോർക്കിലേക്ക് പോകണം, അതുകൊണ്ട് ഞങ്ങളെ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കിയാൽ മതി എന്നും പറയുന്നു. എന്നാ പിന്നെ നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ വന്നോ, കാരണം ഞങ്ങള് ആദ്യം റോമിലേക്ക് പോകും, എന്നിട്ട് അമേരിക്ക, പിന്നെ ന്യൂയോർക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിറ്റാലി സർക്കസ് പോലെ അവൻ കത്തി എറിയുകയാണ്. അലക്സും കൂട്ടരുമാണെങ്കിൽ ഇവരും ന്യൂയോർക്കിലേക്കാണെന്ന് അറിഞ്ഞതും ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോഴേക്കും വിറ്റാലി അവരുടെ നേർക്കും കത്തി എറിയുകയും ദേഷ്യത്തോടെ അലക്സിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഇതില് എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ കയറ്റിക്കൊണ്ടുപോകാൻ സർക്കസിന്റെ മുതലാളിമാര് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ചൂടായതും പെട്ടെന്ന് പെൻഗിൻസ് മേലെ മുറിച്ചങ്ങ് ഉള്ളിലേക്ക് കയറുകയും പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കുരങ്ങന്മാരോട് ആ സർക്കസ് അങ്ങ് മേടിക്കാൻ പറയുന്നു. ഇതോടെ 2-3 ലക്ഷം രൂപയുടെ സർക്കസ് മേടിക്കാൻ അവര് കൊടുക്കുന്നത് കാട്ടിൽ നിന്നും കിട്ടിയ കോടിക്കണക്കിന് രൂപ വരുന്ന വൈര കല്ലുകളാണ്. ഇത് കണ്ട സർക്കസ് ഉടമകളുടെ കണ്ണ് തള്ളുകയും അയാള് സർക്കസും വിറ്റ് ഇവര് ഭ്രാന്താടാന്ന് പറഞ്ഞ് അവിടെ നിന്നും പൊക്കളയുന്നു. അങ്ങനെ സർക്കസിന്റെ പുതിയ മുതലാളിമാര് പെൻഗിൻസ് ആയിരിക്കുകയാണ്. ഇപ്പോ അവരാണ് ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ജൂലിയനും കൂട്ടുകാരും ട്രെയിനിന്റെ മറ്റൊരു ബോഗിയിലേക്ക് കയറിയതും ഇതും ഫസ്റ്റ് ക്ലാസ് അല്ല എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവിടെ വലിയ കൈയുടെ അടയാളമൊക്കെ കണ്ട് ജൂലിയനാകെ പേടിച്ച് വിറച്ചു പോകുന്നു. അതിനിടെ ഒരു ഹൊറർ സൗണ്ടും കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ അത് മോർട്ടായിരുന്നു. ഇതിനിടെ അവര് അവിടെയുള്ള ഒരു അസ്ഥി കൂടെ കണ്ട് വീണ്ടും പേടിച്ചതും തൊട്ടടുത്തുള്ള ഇരുണ്ട തലത്ത് നിന്നും ചുവന്ന കണ്ണുള്ള ഒരു കരടി അങ്ങോട്ടേക്ക് സൈക്കിൾ ഓടിച്ചു വരുന്നു. അവനെ കണ്ട ജൂലിയൻ ആണെങ്കിൽ അവനെ അങ്ങ് ഇഷ്ടപ്പെടുകയും എടാ സുന്ദര, നിന്നെ കാണാൻ അടിപൊളിയാണ്, പക്ഷേ ചെറിയൊരു നാറ്റമേ പ്രശ്നമുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ ജൂലിയൻ അങ്ങ് വിഴുങ്ങുകയും അവന്റെ പുറത്തേക്ക് അങ്ങ് ഇട്ടതും ജൂലിയൻ അവനെ കൂടുതൽ ഇഷ്ടമാവുന്നു. മോർട്ടും മൗറിസും ഇവനെന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ ഡുബോയ്സിനെയാണ്. അവരാണെങ്കിൽ റെയിൽവേ പാളത്തിന്റെ അടുത്ത് അലക്സിന്റെ കാലിന്റെ അടയാളം കണ്ടതോടെ നക്കുകയും മണക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ അവരെങ്ങോട്ടാണ് പോയതെന്ന് ഡുബോയ്സിന് മനസ്സിലായതും അടുത്ത ട്രെയിനിൽ തന്നെ റോമിലേക്ക് പട്ടി ചാടുന്നത് പോലെ അങ്ങ് കയറിക്കളയുന്നു. പിന്നീട് കാണിക്കുന്നത് റോമിലെ സർക്കസ് കൂടാരത്തിലേക്ക് എത്തിയ മൃഗങ്ങളെയാണ്. ഇപ്പോൾ മുതലാളിമാര് പെൻഗിൻസ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നത് കുരങ്ങന്മാരാണ്. അലക്സും മാർട്ടിയും ഒക്കെ ആണെങ്കിൽ പരസ്പരം സംസാരിച്ചുകൊണ്ട് സർക്കസ് നടക്കുന്ന സ്ഥലമൊക്കെ ചുറ്റി കറങ്ങുകയും മാർട്ടി അവിടെ പെൺകുതിരകൾ നിൽക്കുന്നത് കണ്ട് അവരോടൊപ്പം ചേർന്ന് വേഷം മാറാൻ തുടങ്ങുന്നു. ഇതോടെ അലക്സ് വിറ്റാലിയുടെ അടുത്തേക്ക് പോയതും വിറ്റാലി അവനെ പേടിപ്പിച്ച് വിട്ടുകളയുന്നു. ഗ്ലോറിയയും മെൽമനും ആണെങ്കിൽ ഉള്ള സാധനമൊക്കെ മേലേക്ക് കയറ്റി ഡാൻസ് കളിക്കുന്നതിനിടെ മാർട്ടി അങ്ങോട്ടേക്ക് വന്ന് ഡാൻസ് കളിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജൂലിയനെയാണ്. ജൂലിയൻ ആണെങ്കിൽ ആ കരടിയം കൂട്ടി റോമിലെ രാജകുമാരിയുടെ അടുത്തേക്ക് പോവുകയും എല്ലാവരും രാജകുമാരിയുടെ കൈ ചുംബിക്കുന്നത് കണ്ട് ജൂലിയനും അവരറിയാതെ ചുംബിക്കുകയും അവിടെ നിന്നും തിരിച്ചു പോവുകയും ചെയ്യും. സത്യത്തിൽ ഉമ്മ കൊടുക്കുന്നതിനിടെ രാജകുമാരിയുടെ മോതിരം തന്നെ അടിച്ചു മാറ്റിയായിരുന്നു. ആ മോതിരം ഇപ്പോൾ കരടിക്കാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടെ അവർ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ വീണ് സൈക്കിൾ അങ്ങ് പൊട്ടിപ്പോകുന്നു. കരടി ഇത് കണ്ടതും വല്ലാതെ വിഷമിക്കുകയും കരയുകയും ചെയ്യും. ജൂലിയൻ ആണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്തുള്ള ഡുക്കാട്ടി ഷോറൂമിൽ നിന്നും ഒരു ബൈക്ക് അങ്ങ് എടുക്കുകയും അവിടെ നിന്നും അങ്ങ് പൊക്കളയുകയും ചെയ്യുന്നു. ഇപ്പോ ആ മോതിരം ഉള്ളത് ഷോറൂമിന്റെ ഓണറിന്റെ അടുത്താണ്. അയാളാണെങ്കിൽ അത് കിട്ടിയ സന്തോഷത്തിൽ കയ്യിലിടാൻ പോയതും പോലീസ് അയാളെ പിടിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഗിയ എന്ന പെൺപുലി സർക്കസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്നാൽ അലക്സ് അതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കുകയും അവനവിടെ ചാരിയതും അത് പേപ്പർ ആയതുകൊണ്ട് അവളുടെ മുറിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട അവളാണെങ്കിൽ നീയെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞതും അലക്സിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോ മണ്ടത്തരമൊക്കെ കാണിക്കുകയും അവിടെയുള്ള ഒരു കാറിലൊക്കെ തട്ടി മുകളിലേക്ക് വലിഞ്ഞ് താഴേക്ക് വീണതും അവൾ അവനെ പിടിക്കുന്നു. അതിനിടെ അവിടെയുള്ള കാർട്ടനും അങ്ങ് ഊരിപ്പോയതും എല്ലാവരും അത് കാണുന്നു. മാർട്ടിയാണെങ്കിൽ അവിടെ എന്താ പരിപാടി എന്നും ചോദിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റോമിലേക്ക് എത്തിയിരിക്കുന്ന ക്യാപ്റ്റൻ ഡുബോയ്സിനെയാണ്. അവൾ വന്ന ഉടനെ തന്നെ കാണുന്നത് ജൂലിയനും കരടിയും സൈക്കിൾ ഓടിക്കുന്നതാണ്. ഇത് കണ്ട അവളാണെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ വേണ്ടി അവിടെയുള്ള പോലീസിന്റെ സ്കൂട്ടി അങ്ങ് എടുക്കുകയും കാത്തിച്ച് വിടാനും തുടങ്ങും. പക്ഷേ സ്കൂട്ടിക്ക് എന്തോ വിറയലുള്ളത് പോലെ തോന്നി പുറകിലേക്ക് നോക്കിയതും ഒരുപാട് സ്കൂട്ടി ഒരുമിച്ച് കെട്ടിവെച്ചിരിക്കുന്നു. ഇതിനിടെ പോലീസുകാരൻ പുറകിലുള്ള സ്കൂട്ടിയിൽ കയറി ബ്രേക്ക് പിടിച്ചതും അവളങ്ങ് തെറിച്ചു പോകുന്നു. അവളിപ്പോ ജൂലിയന്റെ അടുത്ത് വീണത് കൊണ്ട് തന്നെ അവരെ വെടിവെക്കാൻ പോയതും പോലീസ് അവളെ പിടികൂടുകയും പോലീസിനെയും അവൾ വെടിവെക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് സർക്കസ് പരിപാടി തുടങ്ങാൻ പോകുന്നതാണ്. അങ്ങനെ സമയമായതും സ്റ്റെഫാനോ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയും ഫസ്റ്റ് തന്നെ വീണത് കണ്ട് അലക്സ് ഒക്കെ ഞെട്ടിപ്പോകുന്നു. നോക്കുമ്പോ പരിപാടി മൊത്തം അലമ്പാണ്. ജനങ്ങളാണെങ്കിൽ ഇതൊക്കെ കണ്ട് കൂവുകയാണ്. ഇതോടെ അലക്സ് സ്റ്റെഫാനയെ പിടിച്ച് വലിക്കുകയും എന്തുവിടെ കാണിക്കുന്നതെന്ന് അവനോട് ചോദിച്ചു
ചോദിച്ചതും ഇനി അടിപൊളിയാക്കുമെന്ന് പറയുകയും അവനൊരു മ്യൂസിക് അടിക്കാനും തുടങ്ങുന്നു. അത് കേട്ട ജനങ്ങൾക്കാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവുകയും എല്ലാവരും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് അലക്സിന് ഇത്രയും മോശം സർക്കസ് ആണ് ഇതെന്ന് മനസ്സിലായത്. ജനങ്ങളാണെങ്കിൽ പൈസ തിരിച്ചു മേടിക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് നിന്ന് വാമ്പൻ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൊരങ്ങന്മാര് അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കിപ്പറിനോട് കാര്യം പറഞ്ഞതും എന്നാ പിന്നെ നമുക്ക് ഇവിടെ നിന്നും സ്ഥലം വിടാമെന്ന് പറയുകയും അവര് ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ജീവനം കൊണ്ട് ഓടുകയാണ്. പുറകിലാണെങ്കിൽ മനുഷ്യന്മാരും ഉണ്ട്. പക്ഷേ ഓടുന്നതിനിടെ സ്റ്റെഫാനോയുടെ മ്യൂസിക് സെറ്റ് വീണുപോയതും അവനത് നോക്കി നിൽക്കുന്നത് കണ്ട് അലക്സ് ഓടി വന്ന് അവനെ രക്ഷിച്ചോണ്ട് വീണ്ടും ട്രെയിനിലേക്ക് അങ്ങ് കയറുന്നു. അവനാണെങ്കിൽ ആലിസ് പൊളിയാണെന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുന്നു. കൊരങ്ങന്മാരാണെങ്കിൽ പൈസയും എടുത്ത് ഓടുന്നത് കൊണ്ട് അവർക്ക് സ്പീഡിൽ ഓടാൻ കഴിയുന്നില്ല. അങ്ങനെ മനുഷ്യന്മാര് അവരുടെ അടുത്തേക്ക് എത്തിയതും വേറെ വഴിയില്ലാതെ പൈസ എറിഞ്ഞ് ട്രെയിനിലേക്ക് കയറുന്നു. അങ്ങനെ മൊത്തം പൈസ മനുഷ്യന്മാർക്ക് തന്നെ തിരിച്ച് ഇട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ അടച്ചിരിക്കുന്ന ഡുബോയ്സിനെ നോക്കാൻ വന്ന പോലീസുകാരെയാണ്. പോലീസുകാർ എന്ന് പറഞ്ഞിട്ടും ഡുബോയ്സ് എഴുന്നേൽക്കാത്തത് കണ്ട് പുതപ്പ് മാറ്റി നോക്കുകയും ഡുബോയ്സ് രക്ഷപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. നോക്കുമ്പോൾ കട്ടിലിനടിയിൽ ഒരു കുഴി കുഴിച്ചത് കണ്ട് അതിലൂടെയാണ് രക്ഷപ്പെട്ടതെന്ന് അവർക്ക് മനസ്സിലാവുകയും 3 പേരും അതിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതോടെ കിടക്കയിനുള്ളിൽ ഒളിച്ച ഡുബോയ്സ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ജയിലിന്റെ വാതിലങ്ങ് അടയ്ക്കുകയും അലക്സിനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് അവിടെ നിന്നും അങ്ങ് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ട്രെയിനിൽ പൊക്കൊണ്ടിരിക്കുന്ന അലക്സിനെയും കൂട്ടരെയുമാണ്. നമ്മുടെ പൈസയൊക്കെ വെറുതെ സർക്കസ് വാങ്ങി തീർത്തു എന്ന് പറഞ്ഞതും നമ്മുടെ കയ്യിൽ ഒരു വിമാനം തന്നെ വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ സർക്കസിൽ പോയി എന്ന് കിപ്പർ പറയുന്നത് കേട്ട് ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്ന് ഗ്ലോറിയ ചോദിക്കുന്നു. ബാക്കിയുള്ള പൈസക്ക് ഞാൻ ഈ പല്ല് മേടിച്ചു. എനിക്ക് ആപ്പിൾ തിന്നാൻ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്വർണം കൊണ്ടുള്ള പല്ല് മേടിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ആപ്പിൾ എനിക്ക് ഇഷ്ടമല്ല എന്ന്. ഇതിനിടെ സ്റ്റെഫാനോ വന്ന് അലക്സിനെ വിളിച്ചതും അലക്സ് അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് പോകുന്നു. എന്നാൽ എന്തോ സൗണ്ട് കേട്ട് അവര് നോക്കിയതും അലക്സിനെ അവിടെ കാണാനില്ല. എന്നാൽ അലക്സ് ട്രെയിനിൽ തൂങ്ങി പിടിച്ച് മേലേക്കൊക്കെ കയറുകയും സ്റ്റെഫാനോ പോകുന്നത് കണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം സ്റ്റെഫാനോ നിന്റെ തല നോക്കണേ എന്ന് വിളിച്ചു പറഞ്ഞതും മുന്നിൽ പാറ കണ്ട് അവൻ ഓടുകയും വേറെ വഴിയില്ലാത്തോണ്ട് പാറയുടെ മേലേക്ക് കയറി അങ്ങ് ചാടുകയും ബോഗിയുടെ ഇടയിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു. സ്റ്റെഫാനോ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവൻ വീണെന്ന് കരുതി ആലിസ എന്ന് പറഞ്ഞ് സ്റ്റെഫാനോ അങ്ങോട്ടേക്ക് ഓടുകയും അവനെ കണ്ടതും അടിപൊളിയായിട്ടുണ്ട് ആലിസ എന്നും പറയുന്നു. അങ്ങനെ അലക്സ് ഉള്ളിലേക്ക് കയറിയതും എന്റെ പേര് അലക്സ് ആണ്, ആലിസ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ അവൻ ആലിസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ശേഷം അവൻ ആ ബോഗിയിലെ ലൈറ്റ് ഒക്കെ ഇടുകയും അലക്സ് അവിടെയുള്ള പോസ്റ്റേഴ്സും അവാർഡുകളൊക്കെ കണ്ട് ഞെട്ടുകയാണ്. ഇതോടെ ഇതൊക്കെ കിട്ടിയെന്ന് അലക്സ് ചോദിച്ചതും അവൻ ആ കാര്യം പറയുന്നു. ഞങ്ങള് ഒരു കാലത്ത് മികച്ച ഒരു സർക്കസ് ആയിരുന്നു. നമ്മുടെ സർക്കസിന്റെ മെയിൻ താരം തന്നെ വിറ്റാലി ആയിരുന്നു. അവൻ ഓരോ സർക്കസ് പ്രോഗ്രാമിലും പുതിയ എന്തെങ്കിലും കൊണ്ടുവന്ന് റിസ്ക് എടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സർക്കസ് കാണാനായിട്ട് ഒരുപാട് ആളുകളും ഉണ്ടാവും. അവന്റെ പ്രധാനപ്പെട്ട ഒരു സർക്കസ് ആയിരുന്നു ഇത്. ഈ വളയിലൂടെ അവൻ ഓരോ തവണയും ചാടുമ്പോൾ അവൻ ഈ വള ചെറുതാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവന്റെ കോൺഫിഡൻസ് കൂടി അവൻ വള ചെറുതാക്കി അതൊരു മോതിരത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് അതിൽ കൂടുതൽ മാറ്റം വരുത്താൻ വേണ്ടി തീയും ഇട്ട് അവൻ അതിലൂടെ കറങ്ങിയൊക്കെ ചാടിയെങ്കിലും അവനത് ചെയ്യാൻ കഴിയാതെ അവനൊന്ന് പൊള്ളലേറ്റു. കാരണം അവൻ ഓയില് തേച്ചിട്ടായിരുന്നു അതിലൂടെ ചാടിയിരുന്നത്. ആ ഒരു പൊള്ളലേൽക്കലോടുകൂടി അവന്റെ ഫെയിം നഷ്ടപ്പെട്ടു. അവന്റെ കോൺഫിഡൻസും അന്ന് പോയി. അതിനുശേഷം അവൻ സർക്കസ് കളിച്ചിട്ടില്ല. അങ്ങനെ അവൻ സർക്കസ് നിർത്തിയതോടെ ഞങ്ങളുടെ സർക്കസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പക്ഷേ നിങ്ങൾക്ക് എന്നെ ഇപ്പോ സഹായിക്കാൻ പറ്റും. അതെങ്ങനാടാ എന്ന് അലക്സ് ചോദിച്ചതും നിങ്ങളന്ന് പറഞ്ഞില്ലേ നിനക്ക് അമേരിക്കൻ സർക്കസ് അറിയാമെന്ന്, അത് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പുതിയ ഷോ ഒക്കെ തുടങ്ങി ഒന്ന് സെറ്റാക്കാമായിരുന്നു എന്ന് വിറ്റാലി പറയുന്നുണ്ടെങ്കിലും അലക്സ് ഒന്നും മിണ്ടാത്തത് കണ്ട് അവനാകെ വിഷമമാവുന്നു. എന്നാൽ പെട്ടെന്ന് അലക്സ് എന്തോ ആലോചിക്കുകയും നീ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ സർക്കസ് പഠിപ്പിക്കാമെന്നും പറയുന്നു. ഇത് കേട്ടതോടെ സ്റ്റെഫാനോയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. സത്യത്തിൽ അലക്സ് ഇവരെ സർക്കസ് പഠിപ്പിക്കാനല്ല പോകുന്നത്, ഇവർക്ക് അറിയാവുന്ന സർക്കസ് തന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാനാണ് നോക്കുന്നത്. അതൊക്കെ അവന്റെ കൂട്ടുകാരോടും പറയുകയും അവര് കാട്ടിന്റെ നടുവിലൊക്കെ ട്രെയിന് നിർത്തിക്കൊണ്ട് എല്ലാവരോടും കാര്യം പറയുകയും എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ വിറ്റാലി മാത്രം എനിക്കിവനെ വിശ്വാസമില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞതും ഇത് നമ്മുടെ അവസാനത്തെ ചാൻസ് ആണ്, ഇപ്പൊ നമ്മുടെ സർക്കസ് ആകെ പൊളിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഗിയ പറയുകയും കൂടെ സ്റ്റെഫാനോയും വന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് വിറ്റാലിയെ കൊണ്ട് സമ്മതിപ്പിക്കുകയും അവർ ട്രെയിനിങ്ങിനായി അലക്സിന്റെ ഒപ്പം പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ ഡുബോയ്സിനെയാണ്. ക്യാപ്റ്റൻ ഡുബോയ്സിന്റെ കൂടെ അലക്സിനെയും ടീമിനെയും പിടിക്കാൻ വേണ്ടി കൂട്ടിയുമെടുത്ത് പെൻഗിൻസ് ഓടിക്കുന്ന വണ്ടിയുടെ പുറകെ തന്നെ വന്ന് പണി മേടിച്ചു കൂട്ടിയ ടീമാണിത്. അലക്സിനെയും ടീമിനെയും പിടിക്കാൻ വേണ്ടി ഡുബോയ്സിന് ഇവരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡുബോയ്സ് ഒരു പാട്ടൊക്കെ പാടിയതും അവര് പ്ലാസ്റ്ററൊക്കെ പൊളിച്ചുകൊണ്ട് പോവാൻ റെഡിയാവുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ എൻ.